ആഗമം മീഡിയയുടെ ചരിത്രാവലോകന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പ്രത്യേകതയാണ് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. ഇത് എല്ലാ ജാതിക്കാർക്കും മതസ്ഥർക്കും മതമില്ലാത്തവർക്കും ഒന്നുപോലെ ബാധകമാണ്. പക്ഷേ 1950 മുതൽ അനുസ്യൂതമായി തുടർന്നു വരുന്ന ഈ പ്രക്രിയ, ഈ വ്യവസ്ഥിതി, സംഘപരിവാർ ശക്തികൾ അതിനെ വികലമാക്കി തീർത്തിരിക്കുകയാണ്. അഥവാ അത് ഒരു വ്യാജമായ മാർഗത്തിലൂടെ അതിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിലധികമായി അവർ ഇത് അനുവർത്തിച്ചു വരികയാണ്. എന്താണ് അവർ ലക്ഷ്യം? വ്യക്തമാണ്. ഒരു സവർണ ഹൈന്ദവ രാഷ്ട്രം പടുത്തുയർത്തുക. അതിന് വിഘാതമായി അവരുടെ ദൃഷ്ടിയിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇവിടത്തെ ന്യൂനപക്ഷങ്ങളാണ്. വിചാരധാരയിൽ 3 ശത്രുക്കളെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് കരുതുകയാണ്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ആദ്യത്തെ 2 വിഭാഗം ആളുകൾ ന്യൂനപക്ഷങ്ങളാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ന് കാണുന്ന പിണറായിസം ഒന്നുമല്ല. സോഷ്യലിസം വിഭാവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും എന്ന് കരുതുകയാണ്. പക്ഷെ അതല്ല വാസ്തവം. കാർൽ മാർക്സ് വിഭാവനം ചെയ്ത ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എന്നാൽ അത് ഇവിടെ അസ്തമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിചാരധാര എഴുതുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ കമ്മ്യൂണിസത്തെ കുറിച്ചല്ല, അഥവാ പിണറായിസത്തെ കുറിച്ചല്ല എന്ന് വ്യക്തം. അപ്പൊ ഈ 3 ശത്രുക്കളെ നിഹനിക്കുക, ഇല്ലായ്മ ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലിരിപ്പ് മറ്റൊന്നും കൂടെയാണ്. മഹാഭൂരിപക്ഷം വരുന്ന അധസ്ഥിതരെ ഒഴിവാക്കുക. അത് അജരേണ അവർ ചെയ്തുകൊള്ളും. അതാണോ ലക്ഷ്യവും. ബീഹാറിൽ നടത്തിയ തട്ടിപ്പ് നമുക്ക് അവർക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. 1 കോടിയോളം വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുകയാണ് അവിടെ. BJPയും അവരുടെ സന്തത സഹചാരികളുമായിരിക്കുന്ന, അഥവാ അവരുടെ എല്ലാ ആശയങ്ങൾക്കും ഒത്താശ പകർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണറും ചേർന്ന് അവര് ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ വോട്ടവകാശം. അത് ബീഹാറിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്റ്റേറ്റുകളിലും അവര് നടപ്പിലാക്കി. ഒപ്പം കേരളത്തിൽ പോലും നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ കാരണം ഇപ്പോൾ സുവിദിതമാണല്ലോ, തട്ടിപ്പ് മാർഗത്തിലൂടെ. അപ്പോൾ ഈ വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ, ഇതിനെ അവര് ടോർപിഡോ ചെയ്തുകൊണ്ട് ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിരിടുക, അല്ലെങ്കിൽ ആ സംരംഭത്തെ പരാജയപ്പെടുത്തുക ജനാധിപത്യ ബോധമുള്ള എല്ലാവരുടെയും കടമയാണ്. ഇന്ത്യക്കൊരു അഭിമാനകരമായ ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു കുറെ നാളുകളായിട്ട്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്ന ഏതോ മികച്ചതാണെന്നാണ്. വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥിതി, അതാണ് ഇന്ത്യയുടെ ശാപം.
അതുകൊണ്ട് കേരളത്തിൽ പോലും വിവേകാനന്ദം വന്നപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭീകരമായ തോതിൽ ജാതി വ്യവസ്ഥിതി ഇവിടെ നിലനിന്നതുകൊണ്ടാണ് വിവേകാനന്ദൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ എങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താം? അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന. അത് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് അവർ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മനുസ്മൃതിയാണ്. അതോട് ചേർന്ന് വിചാരധാരയും. ഇപ്പോൾ ചില BJP-ക്കാരും സംഘപരിവാർ ശക്തികളും വിചാരധാര അവര് പ്രയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊരിക്കലും അത് തള്ളിക്കളയുകയില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജാതീയത, ആ വിധ്വംസകമായ ചിന്താഗതി നമുക്കൊരിക്കലും പൊറുപ്പിക്കാനാവില്ല. കാരണം ഇന്ത്യയിലെ അടിസ്ഥാന ജനത, ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ, അവർക്കെതിരെ വരുന്ന എല്ലാ പരിപാടികളെയും അവർ നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ മണ്ണിൽ വസിക്കുന്നവരാണ്. വൈദേശികരായിരിക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ ഫോഴ്സ് വന്ന് ഞങ്ങളെ ഒരു കാലത്ത് അടിമയാക്കിക്കൊണ്ടിരുന്നു. ശരി തന്നെ, ഇനി അത് അനുവദിക്കാൻ പാടില്ല. അതിനെ ശക്തിയുക്തം എതിർക്കുകയും അത് ഒരു കാലത്തും ഇവിടെ ഇനി ആധിപത്യം ഉറപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയില്ല എന്ന് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിലവിൽ വരും. ഈ സംഘപരിവാർ ശക്തികളുടെ ഈ ഭ്രാന്തമായ സമീപനങ്ങൾക്ക് അറുതി വരും. ശുഭോദർക്കമായ ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം 1 man 1 vote 1 value ഒരു മുദ്രാവാക്യമായിട്ട് എല്ലായിടത്തും പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് സാക്ഷാത്കാരത്തിന് കോൺഗ്രസ്സുകാരല്ലെങ്കിലും ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിനെ ഒത്താശയും അത് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും. ആഗമം മീഡിയ അതിനുവേണ്ടി ശക്തിയോടെ വാദിക്കും. ആകയാൽ മാന്യ ശ്രോതാക്കൾ, ആഗമം മീഡിയ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.